ഹായ് എവരിവൺ, ശിവദ ടാരോയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആകുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അങ്ങനെയുള്ള വ്യക്തി നമ്മളിൽ നിന്ന് അകലാൻ കാരണം എന്താണ്? വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഒരു ഇവിടെ വന്നിട്ടുള്ള സോഡിയാക് സൈൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, ക്യാൻസർ, സ്കോർപ്പിയോ, എർത്ത്, ജെമിനി, എക്വറിസ്, ലിയോ, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, ഇടവം, കർക്കിടകം, മകരം, മിഥുനം, കുംഭം, ചിങ്ങം. നമ്പേഴ്സ് 1, 2, 11, 12, 10, 12, 2, 8, 10. ആവർത്തിച്ച് 12 വന്നിട്ട് ആവർത്തിച്ച് 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന എനർജിയിൽ തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയല്ലേ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങളാലും മാറിയെന്നാണ് കാണുന്നത്. അതെല്ലാം പഴയ സാഹചര്യങ്ങളെല്ലാം മാറി മറന്ന് പുതിയ സാഹചര്യത്തിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം മുൻപ് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് പല നെഗറ്റീവ് എനർജിയും ബാധിച്ച വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് എല്ലാം മെൻഡിങ് ആക്കി പോകേണ്ട ഒരവസ്ഥ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇനി നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ വന്നത് ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 9 of Wands ആണ്. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ള ഏസ് ഓഫ് കപ്സ്, 9 of Wands. അപ്പോൾ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്നില്ല, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ആ വ്യക്തി ഈ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയോ ജീവിതത്തിൽ കൂടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പല ജീവിത സാഹചര്യങ്ങളിൽ കൂടെയും കടന്നുപോയി. ഈ വ്യക്തിക്ക് പല ഒരു മാനസികമായ സമ്മർദ്ദങ്ങൾ, പേടി, ഇങ്ങനത്തെയൊക്കെ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അത്തരം ഒരു സാഹചര്യമായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളത്. മറ്റുള്ളവരെ പറയാൻ പറ്റാത്ത ഏതോ ഒരു സ്നേഹം, അങ്ങനെ ഒരു റിലേഷനിൽ പെട്ടുപോയ വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്നേഹം മനസ്സിൽ നിറയെ ഉണ്ടെങ്കിലും കൂടി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതിൽ കുടുങ്ങി നിൽക്കുന്ന വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്തത്. അവർക്ക് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ്, പക്ഷേ ഇവർക്ക് ചുറ്റും പേടിപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ഉള്ളതായിട്ട് കാണുന്നത്. ഏത് രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ജോലി സംബന്ധമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് പല രീതിയിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, ബ്ലോക്കാക്കി വെച്ച ഒരു സാഹചര്യം, അത് ചിലപ്പോൾ ജോലി സംബന്ധമാകാം, സാമ്പത്തികമാകാം, ഫാമിലി ഇഷ്യൂസ് ആകാം, റിലേഷൻഷിപ്പ്, ഏത് രീതിയിലായാലും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി പല പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. ആരോ തടഞ്ഞു വെച്ച് നിർത്തി ഒരു ബന്ധനത്തിലാക്കി വെച്ച ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 2 of
കപ്പിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് കപ്സും. അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പം മാനസികമായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് സ്നേഹിച്ച് ജീവിച്ചതായിരിക്കാം. പക്ഷേ ഏതോ ഒരു കാരണം, ആ കാരണം മൂലം ഇപ്പം വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയായിട്ടാണ് കാണുന്നത്. എന്തകലമാണെങ്കിലും അകൽച്ചയാണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിക്കോ നിങ്ങൾക്ക് വിട്ട് പിരിയാൻ പറ്റാത്തൊരു ബന്ധം, അവർ ഇതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരു പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്പ്, 4 ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചതായിട്ടാണ് കാണുന്നത്. ആരോട് പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ട പോലെ മറ്റുള്ളവരെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട ഒരു വ്യക്തി. ആ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത, ഉള്ളിലുള്ള സ്നേഹങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി, പുറത്തിറങ്ങാൻ പറ്റാത്ത വ്യക്തി. അപ്പോൾ ഇവിടെ കാണുന്നത് ആർക്കൊന്നും മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നും തുറന്ന് സംസാരിക്കില്ല, പറയൂല. എല്ലാ കാര്യം അവിടെ മനസ്സിൽ ഇട്ട് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ വ്യക്തിയുടെ മനസ്സിൽ എല്ലാവരുടെയും ഇവർക്ക് സ്ഥാനം കിട്ടണം, വില കിട്ടണം, നിലനിന്ന് പോകണം, എല്ലാവരും സ്നേഹിക്കണം, ഇവരെന്ത് തെറ്റ് ചെയ്താലും വേണ്ടിയില്ല, ഇവരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് മനസ്സുറപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. ഒരു ദയയില്ലാതെ ഒരു മറ്റുള്ളവരോടൊന്നും അത്ര ദയ കാണിക്കില്ല. ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് മുഴുവൻ നടപ്പാക്കണം. അത് ഉള്ളു തുറന്ന് ആരോടും പറയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അത് മുന്നോട്ട് കൊണ്ടുപോകണം, അത് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അക്കാരണമാണ് ഒരു കാര്യം അകലാൻ കാരണം. പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. പിന്നെ ചില വ്യക്തികൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഈ ഡിപ്രഷനിലൂടെ നടക്കുന്ന ചില വ്യക്തികൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിലുണ്ടായ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന വ്യക്തികളെ കാണുന്നത്. പുതിയ ജീവിത സാഹചര്യമായി മുന്നോട്ട് പോകുക, പല ഓഫറുകളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 6 ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളെപ്പോഴും അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടേ ഇരുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ സ്നേഹമായ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാവും, ചില ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ പുറകെ തന്നെ കുറേ നടന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ആ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൂല്യം അവർ തിരിച്ചറിഞ്ഞില്ലെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കൊരു വാല്യൂവും തന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് പല തടസ്സങ്ങളും, ജീവിതത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോറും തടസ്സങ്ങൾ വന്നുകൊണ്ട്, അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വ്യക്തിക്ക് പല തടസ്സങ്ങളും ഇപ്പം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിൽ നിന്നും മുന്നേറണമെന്ന് വിചാരിക്കുക, മുന്നിൽ വലിയ ഒരു തടസ്സമാണ് അവിടെ കാണുന്നത്. ഇപ്പം ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലം, ഇത്രയും ഉയരത്തിലേക്ക് കയറി പോകണം. അപ്പം ഈ ഉയരം കയറാൻ സാധിക്കുന്നില്ല വ്യക്തി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കാത്തൊരു വ്യക്തി. അപ്പം നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു തന്നില്ല, നിങ്ങൾ കൊടുത്തതൊക്കെ ഒരു മൂല്യം കാണാതെ നിന്ന വ്യക്തി. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും, ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥ. അത് ജോലി സംബന്ധം അല്ലെങ്കിൽ സാമ്പത്തികമായ അതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായ ഒക്കെ ഒരു നഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വ്യക്തികൾ എല്ലാം കയ്യിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോകുന്നൊരവസ്ഥ. അത് ഏത് രീതിയിലായാലും കൈവിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ്
ഈ ഒരു കാര്യം അകരാൻ കാരണം. അത് സാമ്പത്തിക ഭദ്രതയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി, ഈ ഫാമിലി ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് വരുന്നത്. എല്ലാത്തിൽ നിന്നും ഒരു പ്രതീക്ഷ കൈവിട്ട് പോകുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് ഈ വ്യക്തിക്കുള്ളത്. എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാനും ചില ആളുകൾ എല്ലാം ഈ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ അത് കാർമികമായ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അതിൽ നിന്ന് പോരാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. അതിൽ നിന്ന് എങ്ങനെയൊന്ന് മാറിക്കിട്ടാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ തേർഡ് പാർട്ടി ഇൻവോൾവ് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ജീവിതത്തിൽ ഏറ്റവും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. റിലേഷൻഷിപ്പിലായിട്ടാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആളുകൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളാണ് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ സാമ്പത്തികത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുകൊണ്ടും റിലേഷൻഷിപ്പ് അകലാൻ കാരണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ജീവിതത്തിലെ പല കാര്യങ്ങളും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഹോൾഡ് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ച്, അതുകൊണ്ട് ചില ആളുകൾ അവരുടെ പെയിൻ ഉണ്ടാക്കുന്നതായിരിക്കും കാണുന്നത്. കുറേ കാലമായിട്ട് കൊണ്ട് നടന്ന, ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ നടന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അത് കാർമികമായ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു പെട്ടെന്നൊരു അവസരത്തിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ തോന്നുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർമികമായ റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കുറേ അധികം ആളുകളുടെ അതിൽ നിന്ന് വേദന കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരുപാട് സ്നേഹം കൊടുത്തത് കൊണ്ട് എന്ത് വേദന കിട്ടിയാലും അതിൽ ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്തും. എന്ത് തന്നെ ചെയ്താലും ജീവിതത്തിൽ ഈ വ്യക്തിയെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ വരുമ്പം എത്ര പെയിൻ കിട്ടിയാലും അത് കടിച്ചു തൂങ്ങി അവിടെ നിൽക്കും. പക്ഷേ ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാത്തിൽ നിന്നും മാറണം, പുതിയ ജീവിതത്തിലേക്ക് മാറണമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് നഗരാൻ കാരണം. ഒന്ന് കാർമികമായ റിലേഷൻഷിപ്പ്, ഒന്ന് ജോലി സംബന്ധമായ പ്രശ്നം, ഇങ്ങനത്തെ ഒന്ന് സാമ്പത്തിക പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ, പിന്നെ ചില പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം കൂടിയാണ് ഈ റിലേഷൻഷിപ്പ് എൻഡ് ആകാൻ, ഈ വ്യക്തി അകലാനും കാരണം. ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ, അത് ജോലിക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഓരോ പ്രശ്നങ്ങൾ ഈ ജോലി സംബന്ധമായ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നല്ല ജോലി തന്നെ കിട്ടുന്നത്, ഗവൺമെൻറ് സംബന്ധമായ ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിലേക്ക് കയറി പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അത് നല്ല പ്രാർത്ഥനയോടെ ഇരിക്കുന്ന വ്യക്തികളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഈ ഇൻഡ്യൂഷൻസൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അതിനുവേണ്ടി അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. നന്നായിട്ട് ഒരുപാട് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മജീഷ്യൻ്റെ എനർജിയാണ്, സ്ട്രെങ്ത് കാർഡും കൂടിയാണ് വന്നത്. ഇപ്പോൾ ഒരു മജീഷ്യൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ഒരു മജീഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയും. പല കാര്യങ്ങളും തന്ത്രത്തിൽ കൂടെ ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെ വരുതിക്ക് വരുത്താനും നിങ്ങളെ വിട്ട് കളയാനും ഏത് രീതിയിലും ആക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ കൂടെ അങ്ങനെ പല ബ്ലാക്ക് എനർജികൾ സംഭവിച്ചത് കൊണ്ടാണ് ഒരു അകൽച്ചയ്ക്ക് കാരണം. പക്ഷേ ഈ ബ്ലാക്ക് എനർജി, ഇത്തരം എനർജികളിൽ നിന്ന് ഒരു മജീഷ്യൻ്റെ എനർജി എന്ത് പ്രവർത്തിച്ചാൽ നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇത്ര അകൽച്ച ഉണ്ടെങ്കിലും കൂടി ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് കുറച്ച് കളഞ്ഞ് നിങ്ങൾ അവരുടെ ബാലൻസിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മജീഷ്യൻ്റെ എനർജി പ്രവർത്തിച്ച് അതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി പല രീതിയിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം, ഒന്ന് ജോലി സംബന്ധമായ കാരണം,
സാമ്പത്തികമായ കാരണം, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ കുറേയധികം ആളുകൾക്ക് ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന, അപ്പോൾ ഈ കാർമികമായ റിലേഷൻഷിപ്പ് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പെയിനൊക്കെ കളഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരാൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എല്ലാത്തിനും പരസ്പരം മനസ്സിലാക്കാനും എല്ലാം കഴിവുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ഒരു വ്യക്തികൾ മാത്രമേ ജീവിതത്തിലേക്ക് മുന്നേറി നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങോട്ട് തിരിച്ച് കിട്ടാത്ത സ്നേഹം അതിനു വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കരുത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇത്തരമുള്ള ഒരു പരസ്പരം മനസ്സിലാക്കാനും എല്ലാ രീതിയിലും ജീവിതത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും സുഖം. ചില വ്യക്തികൾക്ക് ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ അത് പുതിയ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നതും ഏത് രീതിയിലായാലും ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ അകൽച്ചയൊക്കെ മാറി അകലാൻ കാരണം വെച്ചാൽ കാർമികമായ സിറ്റുവേഷനാണ്. അതാണ് അകന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലേ ജീവിതത്തിലേക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുകയുള്ളൂ. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.